വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എനിക്ക് ജലദോഷമാണെന്ന് തോന്നുന്നു, സൗണ്ടൊക്കെ വല്ലാതിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ കുറെ ദിവസമായിട്ട് ഇങ്ങനെ പെൻഡിങ്ങിലിട്ടേക്കാണ്, എഡിറ്റ് ഒന്നും ചെയ്യാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കൂളുള്ള ദിവസത്തെ ഒരു രാവിലെ 5 മണി തൊട്ട് ഒരു 12 മണി വരെയുള്ള എൻ്റെ ഒരു ഡെയിലി മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു. ഇന്ന് താമസിച്ചു, 5:15 ഒക്കെ ആയി എഴുന്നേറ്റപ്പം. പിന്നെ പല്ല് തേച്ച് ഒക്കെ വന്നപ്പോഴത്തേക്ക്, മുഖമൊക്കെ കഴുകി മുടിയൊക്കെ കെട്ടി വന്നപ്പോഴത്തേക്ക് 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തുനിന്ന് ചാരമൊക്കെ കോരിയിട്ട് തീ പിടിപ്പിച്ചു. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ കലത്തി ഇരിക്കുന്നത് പഴയ ചോറ്, അതായത് തലേ ദിവസത്തെ ചോറ് വെള്ളം ഒഴിച്ചിട്ടേക്കുക, പഴഞ്ചോറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ, ഇത്തിരി ഉള്ളൂ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയാണ്. അപ്പം ഞാൻ കടല വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 4 വിസിൽ വേണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അവിടെ ഉപ്പിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മാവ് എടുത്തു. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ തലേ ദിവസം മാവ് കുഴച്ച് വെച്ചേക്കും. രാത്രി കുഴച്ച് വെച്ചിട്ട് അത് മൂടി വെക്കും, ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് വെച്ചിട്ട്. അപ്പോഴത്തേക്കും രാവിലെ ആകുമ്പോൾ നല്ല മയത്തോടെ കിട്ടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം എനിക്ക് വയ്യായിരുന്നു, പിന്നെ മടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചതും കൂടെ കൊണ്ട് നല്ല പോലെ പണി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ആലോചിച്ചു ഇടിയപ്പം ഉണ്ടാക്കണോ, ഇനിയിപ്പോ സമയമില്ലല്ലോ. കാരണം ഇത് മാവ് സെറ്റാക്കി ഇത് മറ്റേ അച്ചിനകത്തിട്ട് കറക്കി എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവുമല്ലോ. എനിക്ക് ഭയങ്കര പാടാ കേട്ടോ ഇടിയപ്പത്തിന്റെ അത് കറക്കിക്കൊണ്ട് വരാനായിട്ട്. മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ മാവ് കുറച്ചു നേരം കുഴച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ രസം ഉണ്ടാക്കാനായിട്ട് തക്കാളിയും അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒതുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇഡലി ചെമ്പെടുത്തു. ഇടിയപ്പം ഉണ്ടാക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അതായത് ഇഡലി ചെമ്പിനകത്ത് വെള്ളം വെച്ച്. അത് കഴിഞ്ഞിട്ട് മാവ് ഞാൻ പീച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പീച്ചിന്നാണ് കേട്ടോ പറയുന്നത്. മാവ് അങ്ങനെ എല്ലാ തട്ടയിലും ആക്കും. ഞാൻ ഈ പ്രാവശ്യം സാധാരണ ഇവിടെ കുഞ്ഞിഡലി തട്ടായി എടുക്കുന്നത്. ഞാൻ ഇത് വലുത് മേളിൽ നിന്ന് എടുത്തതാണ്. കാരണം ഇത് ഒറ്റൊരെണ്ണത്തിലാകുമ്പോൾ പണി കഴിയും. ഒരു 10-15 ഇടിയപ്പം ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാം. മറ്റേതാകുമ്പം 8-9 തന്നെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വലുതെടുത്തു. അതാകുമ്പോൾ സമയവും ലാഭം ഗ്യാസും ലാഭമല്ലേ. അപ്പൊ ഞാൻ ഇടിയപ്പം 2 തട്ടും റെഡിയാക്കി അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ കടല വെന്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഇനി കടലക്കറി റെഡിയാക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 6:30 ആയിട്ടുണ്ടായിരുന്ന തോന്നുന്നു. പെട്ടെന്ന് പിന്നെ എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് പെട്ടെന്നെല്ലാം കൂടെ ധൃതി വെച്ചാണ് ഞാൻ ഇന്നത്തെ പണി മൊത്തം തീർക്കുന്നത്. കാരണം ദേവൂട്ടം വീണിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏട്ടൻ വരികയാണെങ്കിൽ ഏട്ടൻ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ കടലക്കറിക്കുള്ളത് കടല കുറച്ച് വെന്ത ശേഷം ഞാൻ എടുത്ത് കുറച്ച് അരയ്ക്കുവേ, അതായത് ഇതിന്റെ ഗ്രേവിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരയ്ക്കും. ഞാൻ അങ്ങനെയാണ് അതിന്റെ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി സവോള വഴറ്റിയാലും അത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ ഇത് പഠിച്ചത് കേട്ടോ. ഈ എപ്പോഴും ഒരിടയ്ക്ക് വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ കടലക്കറിക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേ പിന്നെ ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. കടല അരച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സവോള കുത്തിയരിഞ്ഞ് ഒന്ന് വഴറ്റി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഈ കടല അരച്ചതും കടലയും കൂടി ഇട്ട് തിളപ്പിക്കും. അപ്പം നല്ല കടലക്കറി റെഡിയാവും, നല്ല കുറുകിയ. അങ്ങനെ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ചുണ്ടും പയറും തോരൻ വെക്കാനായിട്ട്, അതായത് ചുണ്ടുണ്ടല്ലോ അത്. അപ്പൊ അതിനുള്ള പയറും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും എടുത്തു മാറ്റി. പിന്നെ അടുത്ത രസമാണ് അപ്പുറത്ത് അടുപ്പയിൽ ഇരിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ഫാസ്റ്റായിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല, കാരണം അടുക്കളയിൽ ഇങ്ങനെ സ്പേസ് കുറവായതുകൊണ്ട് ക്യാമറ ഞാൻ കുറച്ച് ദൂരെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കറി വെക്കുന്നതൊന്നും കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുട്ട പൊരിച്ചു, കാരണം സ്കൂളിൽ മോൾക്ക് രസവും മോരും പിന്നെ തോരൻ അവള് കൂട്ടത്തില്ലെങ്കിലും കൊടുത്തയക്കാമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ രസം ഉണ്ടാക്കി. രസം അവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്ക് തോരന്റെ ചട്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തോരനുള്ളത് പയർ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് തേങ്ങയൊക്കെ തിരികിയതാണ്ട് അങ്ങനെ തോരൻ റെഡിയായി. പിന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ തമ്പുരുവിന്. കാരണം നമ്മൾ ചോറ് വെന്തിട്ട് ആ അടുപ്പയില വെള്ളം വെക്കുന്ന കുടിവെള്ളം. അപ്പൊ ചോറ് ഇതുവരെ വെന്തില്ല, അപ്പോഴത്തേക്ക് അതുവരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ചെറിയ പാത്രത്തിൽ അവക്കുള്ള വെള്ളം ഗ്യാസിലങ്ങ് തിളപ്പിച്ചു. ജീരക വെള്ളമാണേ. പിന്നെ അവക്ക് ടിഫിൻ ബോക്സിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ വന്നിട്ടുണ്ട്.
അപ്പം ഏട്ടൻ അവിടുന്ന് എന്തോ പലഹാരം ഈ ഉണ്ടാക്കുന്നിടത്ത് നിന്ന് എന്തോ മേടിച്ചിട്ട് വന്നതാണ്. ഉണ്ടാക്കുന്നിടത്താണോ എന്തോ വിൽക്കുന്നിടത്ത് എന്തോ മേടിച്ച്, അതായത് ഉണ്ടാക്കി വിൽക്കുമല്ലോ, അവിടുന്ന് മേടിച്ചു കേട്ടോ. അപ്പൊ ആ പലഹാരം കുറച്ച് ഞാൻ എന്നാ എടുത്ത് നോക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് മുറുക്ക്, മറ്റേ ബോളി പപ്പടം അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പൊ പക്കാവട ഉണ്ടായിരുന്നു, മോക്ക് അത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് പക്കാവടയും കൂടെ അവളുടെ ടിഫിൻ ബോക്സിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ പോയി വിളിച്ചു, കാരണം 7:45 സമയം. പെട്ടെന്ന് പിന്നെ മോളെ പോയി വിളിച്ചു. അപ്പോഴത്തേക്ക് മഴയായിരുന്നു. മഴ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, അവൾക്ക് ഭയങ്കര മടിയായിരുന്നു എഴുന്നേക്കാനായിട്ട്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് നിർത്തിയാണ് അവളെ പല്ല് തേപ്പിച്ചത്. അല്ലെങ്കിൽ വെളിയിൽ പോയി പല്ല് തേച്ച് കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത്. മഴ ആയതുകൊണ്ട് ഞാൻ നമുക്ക് വാശിയും കൂടെ ആയതുകൊണ്ട് ഞാൻ അകത്ത് നിർത്തി പെട്ടെന്ന് ഇരുത്തി അങ്ങ് പല്ല് തേപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ യൂണിഫോം എല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മോള് പിന്നെ എല്ലാം എടുത്തിട്ടോളും. അപ്പം ഷർട്ടും ഷോർട്സും ഇട്ടിട്ട് അവള് പിന്നെ ഫുഡ് കഴിക്കാൻ വരും. ലാസ്റ്റ് ആണ് മുടി കെട്ടുന്നതും മറ്റേ പെറ്റിക്കോട്ടൊക്കെ ഇടുന്നതും ലാസ്റ്റത്തെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു മുഖത്ത്. അത് കഴിഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞു എങ്കിൽ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. അതായത് അവള് കഴിക്കുന്ന സമയത്ത് ബാക്കിയും കൂടെ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ക്രീം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ കഴിക്കാൻ കൊടുത്തു. അവള് പിന്നെ ആ സമയത്ത് അച്ഛയുടെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് കാർട്ടൂൺ കാണുകയാണ്. കാരണം വല്ലപ്പോഴേ ഇങ്ങനെ ഏട്ടന്റെ ഫോൺ കിട്ടത്തുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ശേഷം എന്റെ ഫോൺ അങ്ങനെ രണ്ടുപേർക്കും കിട്ടാറില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്യും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന കാരണം ഫോൺ താത്തു വെക്കാറേ ഇല്ലല്ലോ. ജോലി എടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെക്കും ചില സമയത്ത് കേട്ടോ. അപ്പം അങ്ങനെയാണ്. അതുകൊണ്ട് കാർട്ടൂണും കണ്ടിരുന്ന് കഴിക്കുകയാണ്. അപ്പൊ എന്റെ അടുക്കളയിലെ പണി തീർന്നിട്ടില്ല, കാരണം ചോറും അല്ല കറിയും കാപ്പിയും അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുണ്ടെങ്കിലും ചോറിന്റെ പണി അവിടെ കിടക്കുകയാണ്. പിന്നെ കുറെ പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പൊ ഇടിയപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഒരു തട്ടും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതും കൂടെ ഉണ്ടാക്കി. അതും എല്ലാം കൂടെ കാസ്ട്രോളിൽ മാറ്റിയിട്ട് ഇടിയപ്പ പാത്രവും നമ്മുടെ കടല വേവിച്ചതും മാവിൻ്റെതും എല്ലാം കിടപ്പുണ്ടായിരുന്നു. കാരണം ഇന്ന് താമസം ആയതുകൊണ്ട് തന്നെ ഞാൻ പാത്രം എല്ലാം അവിടെ ഇങ്ങനെ ഇട്ടിരുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയോടെ കഴുകി അങ്ങ് മാറ്റും. ഒരു പാത്രത്തിൽ തന്നെ എല്ലാം വെച്ചിട്ട് അങ്ങ് ഓരോ പാത്രത്തിലോട്ട് കറി മാറ്റിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം എല്ലാം കൂടെ പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതെല്ലാം കൂടെ വേഗം കൊച്ചു കഴിക്കുന്ന സമയത്ത് അടുക്കളയെല്ലാം ഒതുക്കാന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്തായാലും, നേരത്തെ പോയാലേ നേരത്തെ വരാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. എന്നോട് പറഞ്ഞു റെഡി ആയിട്ട് തമ്പുരുവിനെയൊക്കെ വിട്ട് നിങ്ങൾ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിളിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഏട്ടൻ എഴുന്നേറ്റ്. ഏട്ടന് പിന്നെ സമയം വേണ്ടല്ലോ, ആണുങ്ങൾക്ക് അങ്ങനെ ഒത്തിരി സമയമൊന്നും വേണ്ടല്ലോ. എഴുന്നേറ്റാലും ധൃതിയാ. ഞാൻ ഒരുങ്ങി പിള്ളേരെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ സമയമാവുമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുങ്ങി റെഡി ആയ ശേഷമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാ കടന്നത്. കാരണം ഓട്ടം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറക്ക ക്ഷീണമല്ലേ, അപ്പം അത്രയും നേരം കിടക്കാലോ എന്ന് കരുതി. അപ്പൊ ഉണ്ട് പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് തമ്പുരുട്ടൻ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും ആ സമയത്ത് ഊറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് ചോറ് നമുക്ക് എടുത്ത് പാക്ക് ചെയ്തു. എല്ലാം ടൈം ടേബിളിൽ വെച്ചിരുന്നാൽ മതി, കുഞ്ഞു വന്ന് എടുത്ത് വെച്ചോളും. ഇതൊക്കെ ഞാൻ എപ്പോഴും ശീലിപ്പിക്കുന്നതാണ് കേട്ടോ. ഞാൻ അവളെ കൊണ്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യിക്കുന്ന എന്ന് വെച്ചാൽ പ്രസ് ചെയ്ത് അവളെ ഞാൻ അങ്ങനെ ചെയ്യിക്കുന്നതല്ല. ഇത് അവൾക്കൊരു ശീലം ആയിക്കോട്ടെ, താനെ എല്ലാം എടുത്തു വെക്കാനും ഒക്കെ ഒരു ഇതായിക്കോട്ടെ എന്ന് കരുതി കുഞ്ഞിനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. പല വീഡിയോസിലും ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാ അവളെ കൊണ്ട് ചെയ്യുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നേരിട്ട് വെറുതെ കാണാം. അപ്പൊ ഞാൻ പറയും അവളിത് ചെയ്തതുകൊണ്ട് നല്ലതല്ലേ, അവൾക്ക് മുന്നോട്ടാണെങ്കിൽ സ്വന്തമായിട്ട് അവളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ അവൾക്ക് ചെയ്യാമല്ലോ. മോളെ മാത്രമല്ല കേട്ടോ, മോനെയും ഞാൻ അങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ഇപ്പൊ കുറേശ്ശെ കാര്യങ്ങളൊക്കെ അവനറിയാം. അവന്റെ ബാഗ് എടുക്കാനും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടുവെക്കാനും അതൊക്കെ ഒരു കുഞ്ഞിലെ ശീലിക്കുന്ന നല്ലതായ ഒരു ശീലങ്ങളല്ലേ. അതൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. യൂണിഫോം ഒക്കെ എടുത്ത് ഇട്ടോളും കേട്ടോ. ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യുമ്പോഴേ അവൾക്ക് അറിയാം അമ്മയ്ക്ക് സമയം കാണത്തില്ല എന്ന്. അതുകൊണ്ട് അവള് തന്നെ യൂണിഫോം എല്ലാം എടുത്തിട്ടു. പിന്നെ അടുത്തത് മുടി കെട്ടി ഒരുക്കിയൊക്കെ വിടുന്ന സമയമാണ്. രാവിലെ മോള് അച്ഛൻ്റെ കൂടാണ്, അതായത് ഇവിടുത്തെ ഏട്ടൻ്റെ അച്ഛൻ്റെ കൂടാണ് പോകുന്നത്. അച്ഛൻ ഓടുന്ന സ്റ്റാൻഡിന്റെ അടുത്താണ് സ്കൂള്. അപ്പം രാവിലെ അച്ഛൻ്റെ കൂടെ പോവും, വൈകുന്നേരം സ്കൂൾ ബസ്സിലാണ് വരുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് അവള് റെഡി ആവുന്ന സമയം കൊണ്ട് അച്ഛനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ദേവൂട്ട ഇതിലെല്ലാം നടപ്പുണ്ട്. ഇനി ഇവളെ വിട്ടിട്ട് വേണം നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവാനായിട്ട്. അങ്ങനെ ഈ ഇടയായിട്ട് തമ്പുരുട്ട മുടിയൊക്കെ കെട്ടുമ്പോഴത്തേക്ക് അവൾക്ക് ഈ മറ്റേ കുഷി സ്ലൈഡും ചെറിയ ചെറിയ സ്ലൈഡൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തല നിറച്ച് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിക്കും കേട്ടോ. അവള് പറഞ്ഞു അതേപോലെ വേണം ഇതേപോലെ വേണമെന്ന്. അതാ ഈ ബോക്സിൽ നുള്ളി പറക്കിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ ഞാൻ ഈ കൊണ്ട് കളയുമെന്ന് കരുതിയിട്ട് ഞാൻ സ്കൂളിൽ അങ്ങനെ വെച്ച് കൊടുക്കാറില്ല. ഒന്നേ ട്യൂഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴാണ് വെക്കുന്നത്. അങ്ങനെ അവളെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് അച്ഛനും കഴിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടെ സ്കൂളിലേക്കും എല്ലാം പോയിട്ടുണ്ട്. ടാറ്റ അങ്ങ് വരെ ടാറ്റയും പറഞ്ഞിട്ടോ പോയത്. അങ്ങനെ മോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് തൂത്തു വാരാനുണ്ടായിരുന്നു റൂമെല്ലാം. കാരണം പോയിട്ട് ഇനി ഉച്ചയാവോ അവരെങ്കിൽ അതുവരെ തൂക്കാതിരിക്കണ്ടേ. അപ്പൊ ഞാൻ പെട്ടെന്ന് എല്ലാ റൂമും പോയി തൂത്തു. അത് പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല ഫുള്ളായിട്ട്. അടുക്കളയുടെ അവിടെ മാത്രം തൂക്കുന്നതിന്റെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ഇനിയുള്ളത് ദേവൂട്ടനെ കുളിപ്പിക്കണം, എനിക്ക് കുളിക്കണം, ഏട്ടനെ അതിന്റെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ വേണം. പിന്നെ പെട്ടെന്ന് തൂത്തൊക്കെ വാരി, തുണി അലക്കിയിട്ടില്ല, അത് ഞാൻ ഓർത്ത് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന്. പിന്നെ പെട്ടെന്ന് ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് ദേവൂട്ടനെയും കുളിപ്പിച്ച് സെറ്റിയിൽ ഇരുത്തിയേക്കുമായിരുന്നു. ഞാൻ കുളിച്ച് വന്ന് പയ്യെ ഒരുക്കാന്ന് കരുതി. അല്ലെങ്കിൽ ഞാൻ റെഡിയായി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവൻ ആ ഡ്രസ്സെല്ലാം അഴുക്കാക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും ചെയ്ത്. അതുകൊണ്ട് മോനെ അവിടെ സെറ്റിയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ പോയത്, കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ഒരുങ്ങാനായിട്ട് റൂമിലോട്ട് കയറി കേട്ടോ. പിന്നെ അവനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണമായിരുന്നു. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവൻ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സൊന്നും ഇടാറില്ല. ചിലപ്പോൾ വളർന്നു വരുമ്പോഴായിരിക്കും, പക്ഷെ വളർന്നു വരുന്നോണ്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒന്നും ഇടത്തില്ല. ഇപ്പൊ അവന് ഷർട്ട് ഇടണം, ജീൻസ് ഇടണം, ഫുൾ അത് തന്നെ ഇടിക്കത്തുള്ളൂ. ചില സമയത്ത് ഈ ജീൻസ് താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരും. അപ്പൊ എനിക്ക് തന്നെ പാടാം, എവിടെയെങ്കിലും പോകുമ്പോ എപ്പോഴും കയറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ബെൽറ്റ് ഇട്ടാലും അതേപോലെ ഞാൻ ബെൽറ്റ് ഇങ്ങനെ വലിച്ചു കൂട്ടിട്ട് നടക്കും, അങ്ങനെയൊക്കെയുള്ള. അപ്പം എന്നോട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എനിക്ക് ഈ ഷർട്ടും ജീൻസും മതി അമ്മ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക്. പിന്നെ ഞാൻ പോയി അവന് എനിക്ക് കൂടുതലും ടീഷർട്ടും ഷോർട്സും ഒക്കെ ഇടാനായിട്ടാണ് ഇഷ്ടം കേട്ടോ, ജീൻസ് ഇടുന്നതിനൊക്കെ. അങ്ങനെ പിന്നെ കുഞ്ഞിനുള്ള ഡ്രസ്സും ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഏട്ടനെ അപ്പോഴത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട്, എഴുന്നേക്കുന്നില്ല. അപ്പൊ ഞാൻ ദേവുവിനെ ഒരുക്കിക്കൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇനിയിപ്പൊ കഴിച്ചാൽ മതിയല്ലോ, ഞങ്ങൾ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഏട്ടനെ വിളിക്കാന്ന് കരുതി. അങ്ങനെ അവന് ഞാൻ ഉടുപ്പും നിക്കറൊക്കെ ഇട്ട് കൊടുത്തു. സോപ്പിട്ടാണ് ഞാൻ ആ നിക്കർ ഉടുപ്പൊക്കെ ഒന്ന് ഇടിയിച്ചത്. ജീൻസിന്ന് ഞാൻ പിന്മാറ്റി ഒരു നിക്കറിലങ്ങ് ഒതുക്കി. അതാകുമ്പോ വലിയ പാടില്ല. പിന്നെ മഴയാണെങ്കിലും ഉണങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞു മോനെ ഉണങ്ങത്തില്ല ജീൻസ് ഒക്കെ ഇട്ടാലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സോപ്പിട്ട് രണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് അത് സെറ്റാക്കി. അപ്പോഴത്തേക്ക് ഏട്ടനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് ഏട്ടൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങളോട് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മോനും കൂടെ ഫസ്റ്റ് കഴിക്കാന്ന് ഓർത്തു. അങ്ങനെ അവിടുന്ന് കാസ്ട്രോളും കടലക്കറിയുടെ പാത്രം എല്ലാം കൂടെ എടുത്ത് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഏട്ടൻ പല്ലേച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കഴിച്ചോളുമല്ലോ. അപ്പം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മോനും കൂടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവൻ എന്നോട് കിടന്ന് വഴക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്ക് തേയില വെള്ളം ഇട്ടായിരുന്നു, അതായത് പാലും കാപ്പി അങ്ങനെ കുടിക്കത്തില്ല. അപ്പൊ തേയില വെള്ളം ഇട്ട് ഞാൻ ഇച്ചിരിയേ ഇട്ടോളൂ, കാരണം എനിക്ക് തലവേദനയായോണ്ട് ഇട്ട്. ഇവിടെ അങ്ങനെ ആരും തേയില വെള്ളം കുടിക്കാറില്ലല്ലോ. അപ്പത്തേക്ക് ഞാൻ അതെടുത്ത് കുടിച്ചെന്നും പറഞ്ഞിട്ട് അവൻ ഇട്ടതാന്ന് കരുതി ഞാൻ എടുത്ത് കുടിച്ചെന്നും പറഞ്ഞ് എന്നോട് പിണങ്ങിയൊക്കെ പോയിരുന്നു. എന്നോട് ഇനി ഇടിയപ്പം കഴിക്കേണ്ടതൊക്കെ പറഞ്ഞു കേട്ടോ. അതിപ്പം ഈ ഒരു വീഡിയോയിൽ അത് കാണാം. ഞാൻ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, കാരണം അവൻ ഇങ്ങനെ പിണങ്ങി മാറി കുറെ നേരം ഇരുന്നിട്ടാ വന്ന്. പിന്നെ എന്റെ കടലക്കറിക്ക് ഇന്ന് ഇച്ചിരി എരി കൂടുതലായിരുന്നു തോന്നുന്നു. സാധാരണ അവൻ എരിയൊന്നും കഴിക്കുന്നതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മീൻകറിയൊക്കെ കൊടുത്താലും ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഒക്കെ കൊടുത്താലും ചില പിള്ളേർ ഇങ്ങനെ കഴുകിയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കഴുകി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവനെന്ന് പറഞ്ഞ കുഞ്ഞിലെ തൊട്ടേ ഇവർ എരിയൊക്കെ കൊടുക്കുന്നോണ്ടായിരിക്കും, നമ്മുടെ അച്ഛനും അമ്മയും ഏട്ടനും എല്ലാം എരിയൊക്കെ കൊടുക്കും, അതുകൊണ്ടായിരിക്കും അവൻ എരിയൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ഇന്നെന്തോ കൊടുത്തപ്പോഴത്തേക്ക് നല്ലപോലെ എരിയുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. എനിക്ക് പക്ഷെ നോർമൽ ആയിട്ടാണ് കേട്ടോ തോന്നിയത്, സാധാ ഉള്ള എരിയായിട്ടാ തോന്നി. അവനപ്പോ പറയൂ നല്ല എരി ഉണ്ടമ്മേ, എന്ത് എരിയാന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ വേഗം കഴിച്ചു. ഏട്ടനെ നോക്കിയിരുന്നില്ല കേട്ടോ, കാരണം ഏട്ടൻ പയ്യെ വരുമ്പോഴത്തേക്ക് ഒരു ഇതാവുമല്ലോ. അപ്പൊ അതാണ്ട് എന്നോട് പറയുന്നുണ്ടോ എരിയാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുക. അപ്പൊ ഞാൻ ഇച്ചിരി കാപ്പി എടുത്ത് കുടിക്കും. ഞാൻ പറഞ്ഞു എന്റെ കാപ്പിയാ, കാപ്പി കുടിക്കട്ടെന്ന് എന്തോ പറഞ്ഞേനാ തോന്നുന്നു. അന്നേരം തൊട്ട് പിണങ്ങി മാറിയിരിക്കുക. അപ്പൊ പറഞ്ഞു അമ്മ ഇനി ഇടിയപ്പം കഴിക്കണ്ട, ഒന്നും കഴിക്കണ്ട പറഞ്ഞ് മാറ്റിയൊക്കെ വെച്ച്. പിന്നെ ഞാൻ വേഗം ഇത്തിരി കാപ്പി എടുത്ത് കുടിച്ചിട്ട് ഒരു ശകലം ഞാനൊന്ന് കുടിച്ചിട്ട് ഞാൻ അങ്ങ് കൊടുത്ത്, അവൻ കുടിച്ചോട്ടെന്ന് കരുതി. അങ്ങനെ പിന്നെ അടിയും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി. ഞങ്ങൾ കാറിൽ കയറി പകുതി എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. തിരിച്ചു വന്നപ്പോഴും മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. പക്ഷെ ഡോക്ടറെ കാണേണ്ടി വന്നില്ല. കാഷ്വാലിറ്റിയിലേക്ക് നേരെ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടറെ ഒന്ന് കണ്ട് അങ്ങനെ വേഗം സ്റ്റിച്ച് എടുത്ത് അവിടുന്ന് പിന്നെ തിരിച്ചു പോന്നു. അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് നാളെ വരാന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത് പോകുന്നത്. അപ്പൊ ദാണ്ടെ സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ദാണ്ടെ തല കണ്ടോ, ദാണ്ടെ
അവനൊരു വേദന ഇല്ലായിരുന്നു കേട്ടോ, അന്നേരം ഉള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ വീടെത്തി. കാറ് പിന്നെ നമ്മൾ കുറച്ച് വീടിന്റെ അപ്പുറത്തുള്ള ഒരു ഷെഡിലായിരുന്നു. നമ്മുടെ വീട്ടിലോട്ട് കാറ് പോകാനുള്ള വഴിയില്ല, വഴിയുണ്ട്, റോഡ് സൈഡിൽ ഇടാൻ പറ്റുള്ളൂ, ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇതാകുമ്പോ അവിടെ കിടക്കുമല്ലോ, അങ്ങനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടന്നു പോവായിരുന്നു. അങ്ങനെ പിന്നെ പകുതി എത്തിയപ്പോ ഞാൻ ക്യാമറ ഏട്ടന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഏട്ടാ ഏട്ടൻ എന്നെയും കൂടെ എടുക്കുക, ഞാനും കൂടെ വരുന്നതായിട്ടൊക്കെ എടുക്കുന്ന പറഞ്ഞിട്ട് ഏട്ടന്റെ കയ്യിൽ കൊടുത്തു. അങ്ങനെ ഏട്ടൻ പുറകിൽ ദാണ്ട് ക്യാമറയും പിടിച്ചു വരുന്നുണ്ട്. ദേവൂട്ടൻ തൊണ്ട് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. അവൻ ഞങ്ങളെക്കായി മുമ്പേ ചെന്ന് കഥകൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പിന്നെ എനിക്ക് പണിയുണ്ട്, കാരണം തുണിയൊക്കെ അലക്കാതെ ഇല്ലേ പോയത്. അപ്പം ഒന്നാമതേ ഹോസ്പിറ്റലിൽ പോയതിന്റെ ക്ഷീണമൊക്കെ ഉള്ളായതുകൊണ്ട് ഞാൻ പിന്നെ തുണി മെഷീനകത്തോട്ട് അങ്ങിട്ടു, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴും മെഷീൻ ഉപയോഗിക്കാറില്ല കേട്ടോ, മഴയൊക്കെ ഈ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴോ കൂടുതൽ തുണി ഉള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കൂ. പിന്നെ പെട്ടെന്ന് എടുത്ത് അതെല്ലാം അലക്കായിട്ടിട്ട് പിന്നെ വെയിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇങ്ങനെ നല്ല തെളിഞ്ഞിങ്ങനെ നിന്നിട്ട് തുണി എല്ലാം പറക്കിയിട്ട് ഞാൻ പറക്കിയിട്ട് ഒരു 10 മിനിറ്റ് പോലും വേണം. ഞാൻ അകത്ത് പോയി അടുത്ത തുണി എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവിടുന്ന് കോള് വരും. പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കും എപ്പോഴാ പെയ്യുന്നേന്ന് ഓർത്ത്. അതുപോലുള്ള മഴയാ. അങ്ങനെ ഞാൻ പിന്നെ തുണി ഉണക്കാനായിട്ടൊക്കെ നടന്നു. എനിക്ക് പിന്നെ കൂട്ടിയിടുന്ന ഇഷ്ടമല്ല കേട്ടോ, അന്നേരം 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 ഉണക്കി ഉണക്കി മാറ്റണം. അതുകൊണ്ട് കഴിവതും ഞാൻ അന്നന്നത്തെ തുണി അതായത് ഈ ഒരു ഇന്നിപ്പോ കഴുകിയിട്ട അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഉണക്കി മാറ്റിയിട്ട് അടുത്ത തുണി കഴുകി ഷെഡിലിടും. പിന്നെ അതെടുത്ത് തോന്ന് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് അകത്തോട്ടിട്ട് അത് ഉണക്കി മാറ്റി, അങ്ങനെ അങ്ങനെയാ ചെയ്യുന്നത്. അതുകൊണ്ട് വേഗം വേഗം ഉണങ്ങി കിട്ടാറുണ്ട്, അധികം ദിവസമൊന്നും കിടക്കത്തില്ല. വെയിൽ ഇച്ചിരി വരുമ്പോഴേ ഞാൻ എടുത്തിട്ടു. അപ്പൊ ഏട്ടനോട് പറയും, ഈ വെയിൽ വരുമ്പോഴേ നീ എടുത്തിട്ടിട്ട് പിന്നെ നീ തന്നെ പോയി പറക്കണ്ടേടി എന്നൊക്കെ പറയും. പക്ഷെ തുണി ഉണങ്ങി കിട്ടണ്ടേ, നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് ഉണക്കിയാലല്ലേ ഇവർക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തുണിയെല്ലാം ഉണക്കി. പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12:30 ആയിട്ടുണ്ട് ഇപ്പം. സമയമുണ്ട്, പക്ഷെ ഈ മഴ ആയതുകൊണ്ട് ഈ തുണിയുടെ പുറകെ നടക്കുന്നതുകൊണ്ടും സമയമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ആഴ്ച വരുന്നതായിരിക്കും കേട്ടോ.